ഫ്രണ്ട് നമസ്കാരം. ആക്ടർ ജയൻ്റെ മകൻ മുരളി ജയൻ എന്നുള്ളൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, കാരണം അത് അർജന്റീന ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് അർജന്റീന ഇട്ടൊരു വീഡിയോ ആണ്. സംഭവം പറയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടാത്തതാണ്. സംഭവം പറയുമ്പോഴത്തേക്ക് ഈ 29-ാം തീയതി എന്നുള്ളത് ബാംഗ്ലൂരിലുള്ള ഡാനിൽ എന്നുള്ളൊരു ഡോക്ടർക്ക് സമയമില്ലാത്തത് കൊണ്ടും ക്രിസ്മസ് പ്രമാണിച്ചും ന്യൂ ഇയർ പ്രമാണിച്ചും കുറച്ച് ബിസി ആയത് കൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞത് 6-ാം തീയതിക്ക് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അത് കൊല്ലം കളക്ടറും ഒരുപാട് ആൾക്കാരൊക്കെ അത് ശരിയാണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ഞാനും ശരിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ദുബൈയിൽ നിന്ന് ഞാൻ 2-ാം തീയതിക്കാണ് നാട്ടിലേക്ക് വരുന്നത്. അത് വേറെ കാര്യം. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ദുബായിലല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ദുബായിൽ ഉണ്ടെങ്കിലും ഇന്ത്യൻ എംബസി ഇന്ത്യൻ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ് ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാഫാണ് ഞാൻ. പിന്നെ ഒരുപാട് കേസ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ട് ഞാൻ തെളിയിക്കുന്നത് ഒരു DNA ടെസ്റ്റിൻ്റെ പ്രശ്നം. അത് എന്തായാലും ഞാൻ ഉറപ്പ് പറയുന്നത് 6-ാം തീയതിക്ക് ഞാൻ ഉറപ്പായിട്ട് ഇത് റിസൾട്ട് കിട്ടിയിരിക്കും. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കമൻസ് ഒക്കെ വരുന്നുണ്ട്, വെറുതെ പറഞ്ഞല്ലേ ഒരാളെ ജീവിതം വെച്ചിട്ട് വെറുതെ പറഞ്ഞ് എനിക്കെന്ത് കിട്ടാനാ? അതും കൂടി ഒന്ന് ആലോചിക്കണം. അതും വലിയ സമയമില്ലാത്തതൊന്നുമില്ല, നല്ല ബിസിയുള്ളൊരു പ്രൊഫഷണൽ ജോബുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഈ ഒരുപാട് ജയൻ ചേട്ടൻ്റെ ആൾക്കാരും മുരളി ജയൻ്റെ ഒരുപാട് ഫാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായിക്കാ കിട്ടിയേക്കാ, എന്തായിക്കാ. ഒരാൾ സാറിന് വിളിച്ചിട്ടും, ഒരാൾ ഇക്കാന്ന് വിളിച്ചിട്ടും, കുറേ ആൾക്കാർ അനിയെന്ന് വിളിച്ചിട്ടും, ഒരുപാട് സ്ത്രീകളും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവർക്കും ഞാൻ പറയാം, ഐ ആം വെരി സോറി. ബൈ മിസ്റ്റേക്ക് കൊണ്ട്, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല, എല്ലാ ആൾക്കാരും പറഞ്ഞത് എന്താണെന്നറിയോ, ഒരു വിശ്വാസമുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു ഡാനിൽ നിന്നൊരു ഡോക്ടർ അടുത്ത് പറഞ്ഞതും അയാൾ സഹായിക്കാമെന്ന് പറഞ്ഞതും അയാൾക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ടും. അതുകൊണ്ടാണ് അയാൾക്ക് സമയമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ സഹായിക്കാൻ വരുന്ന ആൾക്ക് സമയമില്ല, ഒരു 5 ദിവസം 6 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ ഒക്കില്ല. അതും ഈ കളക്ടറും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് ആൾക്കാർ ഇടപെട്ട കേസാണ്. അതുകൊണ്ട് എനിക്കതിന് സമ്മതിക്കേണ്ടി വന്നു. സമ്മതിക്കാതെ വേറെ കാര്യമില്ല. പിന്നെ അയാൾ ഇത്ര ദിവസം 45 വർഷക്കാലം സമയമില്ലാത്തത്, ഇത് ചെയ്യാത്തത്, ഇതൊരു 6 ദിവസം കൂടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത്, ഇത് വ്യാജമല്ലാതെ നേരോട് നമുക്ക് റിപ്പോർട്ട് കിട്ടണം. അത് അനുകൂലമായിട്ടാലും ശരി, അത് നെഗറ്റീവ് ആയാലും ശരി, അതൊരു പ്രശ്നമല്ല. അതാണ് സംഭവം. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, നിന്നെ ഭീഷണി കൊണ്ട് നീ വൈമാറിയതല്ലേ. ഒരിക്കലും ഭീഷണി അത് ശരിയാണ്. ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും ഒരുപാട് എനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു. അതിന് മതി കടന്ന് ഞാൻ ഇത് നിർവഹിച്ചത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് ഒരു പണിയില്ലാതെ ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടിച്ചോ അല്ലെങ്കിൽ ഈ വീഡിയോ റീച്ച് ആകാൻ വേണ്ടിച്ചോ ഒന്നിനു വേണ്ടിച്ചല്ല, ഒരാൾക്ക് നീതി കിട്ടണം. അതിന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ചത്. അത് കണ്ണൂർ കേസിലായാലും ശരി, പാലാ കേസിലായാലും ശരി, ഈ കേസിലായാലും ശരി, കാസർഗോഡ് കൊലപാതക കേസിലായാലും ശരി, അത് തെളിഞ്ഞതൊക്കെ എനിക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരാൾക്ക് നീതി കിട്ടണം. മനുഷ്യൻ ന്യായത്തോട് സഞ്ചരിക്കണം എന്നുള്ളൊരു ഒറ്റ തീരുമാനം കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ, ഫാൻസ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് കറക്റ്റ് സമയത്ത് ഫോളോ ചെയ്തൊക്കെ വലിയൊരു സംഭവം തന്നെ. അവർക്കൊക്കെ ബിഗ് സല്യൂട്ട്. അത് മാത്രമല്ല, നമ്മളെ ചാനൽ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറയുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോ ആൾക്കാരെ മനസ്സ് തുറന്ന് പ്രാർത്ഥനയിലാണ് എല്ലാം ഉള്ളൂ. അത് ഏത് ജാതിക്കാരും ശരി, ഏത് മതക്കാരാലും ശരി, ഏത് തരത്തിലുള്ള ആൾക്കാരും ശരി, ദൈവം ഒന്നേ ഉള്ളൂ. എവിടെ പുക കത്തിച്ചാലും ഒരേ അടുത്തേക്കാണ്, എവിടെ തീ കത്തിച്ചാലും ഒരേ അടുത്തേക്കാണ് ഇത് പുക പോകുന്നത്. അതാണ് ദൈവം. നന്ദി, നമസ്കാരം.